ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 14 ഞായർ. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വായനകളിലൂടെ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ സഭ നിർദ്ദേശിച്ചിരിക്കുന്ന 4 വായനകളിലൂടെ നമ്മൾ ഓടിച്ചൊരു യാത്ര നടത്തുകയാണ് ഇന്നത്തെ ബ്ലസ് 364-ൽ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, മുമ്പ് മെൽസയിലൂടെ നമ്മൾ ചെയ്തിരുന്ന അതേ ശുശ്രൂഷ ബ്ലസ് 364-ൽ ഞായറാഴ്ച ദിവസം നമ്മൾ ആവർത്തിക്കുകയാണ്. ഈ 4 ഞായറാഴ്ചകളുടെ ഒരു കണക്ഷൻ, 4 വായനകളുടെ ഒരു കണക്ഷൻ, പഴയ നിയമ വായനകൾ 2 എണ്ണവും ലേഖനവും സുവിശേഷവും തമ്മിലുള്ള ഒരു കണക്ഷൻ, എ കൈൻഡ് ഓഫ് ത്രെഡ്, ഒരൊറ്റ നൂലിൽ ഇത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി ധ്യാനിക്കുകയാണ്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കരുത്, പക്ഷേ നമുക്കൊരു കണക്ഷൻ കണ്ടെത്തുക, അത് തന്നെ ഒരു പ്രാർത്ഥനയുടെ വിഷയമാക്കുക. ഇന്ന് ഈ 4 വായനകളെ ബന്ധിപ്പിക്കുന്ന ഒരു ലളിതമായ ചോദ്യമുണ്ട്. ആ ചോദ്യം ക്രിസ്ത്യൻ ലൈഫിൻ്റെ കോറാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നിരന്തരം നമ്മളോട് ചോദിക്കേണ്ട, നമ്മുടെ ആത്മീയ വളർച്ചയെ വിലയിരുത്തേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ കർത്താവിനോടൊപ്പമാണോ അല്ലയോ? ഞാൻ കർത്താവിനോടൊപ്പമാണോ അല്ലയോ? നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പോകുന്ന വഴിയിൽ കർത്താവുണ്ടോ? കർത്താവ് എൻ്റെ കൂടെ വരണമേ? ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഈശോ ആഗ്രഹിച്ചത് എബൈഡ് ഇൻ മീ, എന്നിൽ ആയിരിക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ കർത്താവിനോടൊപ്പമാണോ? നമ്മൾ കർത്താവിനോടൊപ്പമാണോ? ഈ 2 ചോദ്യങ്ങളുടെ വ്യത്യാസം പറയണം, അതായത് കണ്ടുപിടിക്കണം, നമുക്ക് ധാരണ ഉണ്ടാകും. കർത്താവ് നമ്മളോടൊപ്പം വരിക എന്ന് പറയുമ്പോൾ ഹൂ ഈസ് ദ മാസ്റ്റർ? നമ്മളാണ് മാസ്റ്റർ. നമ്മൾ നയിക്കും കർത്താവിനെ. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് കർത്താവിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ആത്മീയ സംസ്കാരം ചിലപ്പോൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കുറേയൊക്കെ നമുക്കിടയിലുണ്ട് താനും. അതേസമയം നമ്മൾ കർത്താവിലായിരിക്കുമ്പോൾ ഹൂ ഈസ് ദ മാസ്റ്റർ? കർത്താവാണ് നയിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ വഴിയെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം അതാണ്, നമ്മൾ കർത്താവിനോടൊപ്പമാണോ? നമുക്കെപ്പോഴും അന്വേഷിക്കാൻ ഇഷ്ടം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഇഷ്ടം. തിരിച്ച് നമുക്ക് ചിന്തിക്കാം, നമ്മൾ കർത്താവിനോടൊപ്പമാണോ? കർത്താവിനോടൊപ്പമായിരുന്നാൽ ഉള്ള മെച്ചമാണ് പഴയ നിയമ വായനകളിൽ നമ്മൾ കാണുന്നത്. നിയമാവർത്തന പുസ്തകം 1-ാമത്തെ വായന, ബൈബിളുള്ളവരും സമയവും സാവകാശവും ഉള്ളവരും എന്നോടൊപ്പം ബൈബിൾ എടുത്ത് പഠിക്കുക, അല്ലാത്തവർ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് 1-ാം വായന. അവിടെ കർത്താവിനോടൊപ്പമായിരിക്കുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് നൽകിയിരിക്കുകയാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. 1-ാമത്തെ വാക്യം തന്നെ, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. കർത്താവിനോടൊപ്പമായിരുന്നാൽ നിനക്ക് ഉയർച്ചയുണ്ടാകും. പിന്നെയും പറയുന്നുണ്ട്, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. യു വിൽ ബി ബ്ലസ്ഡ്. അങ്ങനെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ വർണ്ണനയാണ് ഈ ഭാഗം മുഴുവൻ. അതിനകത്ത് പ്രത്യേകം ഒരു കാര്യം പറയുന്നത്, 7-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ കർത്താവ് ഉയർത്തും. 7-ാമത്തെ വാക്യം, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഈ അനുഭവം കിട്ടും കർത്താവിനോടൊപ്പമായിരുന്നാൽ. 2-ാം വായനയും ഇതിന് സമാനമായതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം, പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. എടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ ഒരു എഴുത്ത് ശൈലി നമുക്കറിയാമല്ലോ. ഒരു കാവ്യരൂപത്തിൽ, അല്ലെങ്കിൽ കൃത്യമായൊരു പ്രോസ് അല്ല അതിൻ്റെ സ്ട്രക്ചർ. അതിങ്ങനെയാണ് തുടങ്ങുന്നത്, ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. കർത്താവിനോട് ഭക്തിയുള്ളവൻ വിൽ ബി റെസ്പെക്റ്റഡ്. അവൻ ആദരവിന്, ബഹുമാനത്തിന് അർഹനാകും. എന്നിട്ട് താഴോട്ട് വരികയാണ് 22-ാം വാക്യം, ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ, കർത്താവിങ്കലേക്ക് ചേർന്ന് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ 2 വായനകളിലൂടെ നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാന മധ്യേ ഈ 2 വായനകൾ കേൾക്കുന്നു, കർത്താവിനോടൊപ്പമായിരിക്കുന്നതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നു. അപ്പം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇപ്പോൾ കർത്താവിനോടൊപ്പമായിരുന്നു, അങ്ങോട്ടൊക്കെ ചേർന്ന് നിന്നിട്ടും വലിയ ഫലമൊന്നും പുറപ്പെടുവിച്ചില്ലെങ്കിൽ, കർത്താവിനോടൊപ്പമാണെന്ന് പറയുകയും അതിന് ആനുപാതികമായ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? അതിൻ്റെ ഉത്തരമാണ് ലേഖനത്തിൽ കിടക്കുന്നത്. റോമാലേഖനം, ഇന്നത്തെ വായന
റോമാലേഖനം 11-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഇങ്ങനെയാണത്. 21-ാമത്തെ വാക്യത്തിലുണ്ട്. 20-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യത്തിൽ ഞാനിതിനു മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഭാഗം റോമ 11-17 മുതലുള്ള വാക്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഒലിവ് മരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാത്ത ചില്ലയെ യജമാനൻ വെട്ടിയിട്ട് കാട്ടൊലിവിൻ്റെ ചില്ലയെ ചേർത്ത് വെച്ചു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ആദ്യത്തെ സ്വാഭാവിക ചില്ലയായിട്ട് ഇസ്രായേലിനെ മനസ്സിലാക്കണം. കൂട്ടിച്ചേർത്ത കാട്ടൊലിവിൻ്റെ ചില്ലയായിട്ട്, ബഡ് ചെയ്യപ്പെട്ട ചില്ലയായിട്ട് നമ്മളെ, സഭയെ മനസ്സിലാക്കണം. ഫലം പുറപ്പെടുവിക്കേണ്ടത് നമുക്കൊരു ഓപ്ഷനല്ല, ചോയ്സ് അല്ല, ഇന്നെവിറ്റബിൾ തിങ് ആണ്. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഫലം പുറപ്പെടുവിച്ചേ പറ്റൂ. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യം തൊട്ട് വേഗം വായിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. ഏത്? പഴയ ചില്ല ഇസ്രായേൽ. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. നിന്റെ വിശ്വാസമാണ് നിന്നെ അതിനോട് ചേർത്ത് പിടിച്ചത്. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. 21-ാമത്തെ വാക്യം, എന്തെന്നാൽ സ്വാഭാവിക ചില്ലകളോട്, സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ട് അതിനാനുപാതികമായ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് വെട്ടിയെറിയും. കർത്താവ് വെട്ടിയെറിയും. അത് പൗലോസ്ലീഹ കൃത്യം ഉപയോഗിച്ചിട്ടൊരു വാക്കിനറിയാമോ? 22-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിലിരിക്കട്ടെ. ഇന്ന് ദൈവകരുണയ്ക്കാണ് മാർക്കറ്റ്. കർത്താവിൻ്റെ കരുണയാണ് എല്ലാവരും പ്രഘോഷിക്കുന്നത്. കർത്താവിൻ്റെ കരുണ പ്രഘോഷിക്കപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ കർത്താവിൻ്റെ കരുണയോടൊപ്പം അവൻ്റെ നീതിയും പ്രഘോഷിക്കപ്പെടണം. കർത്താവ് കാരുണ്യവാനാണ്, ഒപ്പം അവൻ നീതിമാനുമാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പൗലോസ്ലീഹ, കർത്താവിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിലിരിക്കട്ടെ. അത് മറന്നു പോകരുത്. കാഠിന്യത്തിൻ്റെ തലം അത് ഡീറ്റെയിൽ ചെയ്തിരിക്കുകയാണ്. വീണവനോട് കാഠിന്യം, കർത്താവിനോട് ചേർത്ത് നിർത്തിയിട്ടും അവിടുന്ന് വീഴാൻ തീരുമാനിച്ചവനോട്, വീണവനോട് കാഠിന്യം. ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. അപ്പം നമ്മൾ പിന്നെയും ചിന്തിക്കുകയാണ്, പക്ഷേ പൗലോസ്ലീഹയല്ലേ, പൗലോസ്ലീഹയ്ക്ക് അല്പം ഫനാറ്റിക്കാണ്, റാഡിക്കലായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. കർത്താവിന് കരുണയുണ്ട്, ഈശോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. അതായത് ഇത് പുതിയ നിയമത്തിലുണ്ടെങ്കിലും സുവിശേഷത്തിലില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഉത്തരമാണ് സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനം. അവിടെ ഈശോ ഈ കാര്യം നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചു വെച്ചതില്ലേ? അതായത്, ആർ യു വിത്ത് ഗാഡ് ഓർ നോട്ട്? ദൈവത്തോടൊപ്പമാണോ അല്ലയോ? കർത്താവിൻ്റെ പക്ഷത്താണോ അല്ലയോ? ഫലം പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്തരം ചോദ്യങ്ങളാണ്, നമ്മുടെ ചോയ്സാണിത്. അതിൻ്റെ ഉത്തരം കർത്താവ് ഡീറ്റെയിൽ നൽകിയിരിക്കുന്നതാണ് 4-ാമത്തെ വാക്യം തൊട്ട്. ആദ്യം തൊട്ടേ അത് തന്നെയാണ്. എന്നാൽ ഈ മുന്തിരിച്ചെടിയുടെ കോണ്ടെക്സ്റ്റൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമില്ലേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. എബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ എബൈഡ് ഇൻ യു. അതാണ് ആദ്യത്തെ ശൈലി. കർത്താവിനോടൊപ്പമായിരിക്കണം. നമുക്കിന്ന് കർത്താവിനോടൊപ്പമായിരിക്കാൻ വയ്യ. കർത്താവേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ എന്നല്ലേ നമ്മൾ ഈ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോടൊപ്പമായിരുന്നാൽ കർത്താവ് നമ്മളിൽ ആയിരിക്കും. അതാണ് കമ്മ്യൂണിയൻ, അതാണ് കൂട്ടായ്മ. നമ്മൾ കുർബാന സ്വീകരണത്തിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പാട്ടിനകത്ത് പറയുന്നില്ലേ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീരണം, എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരണം. അതാണ് പെർഫെക്റ്റ് മേർജിങ്, കൂട്ടായ്മ, കമ്മ്യൂണിയൻ. അതാണ് നമ്മളും ഈശോയ്ക്കും ഇടയിൽ, നമുക്കും ദൈവത്തിനും ഇടയിൽ സംഭവിക്കേണ്ടത്. എന്നിട്ട് ബാക്കി പറയുന്നു, മുന്തിരി ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. വിത്തൗട്ട് മീ യു കാണ്ട്. എന്നോടൊപ്പമല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയാണ് കർത്താവിൻ്റെ തീരുമാനം വരുന്നത്, വെർഡിക്റ്റ്. എന്നിൽ വസിക്കാത്തവൻ, ഹു ഇസ് നോട്ട് വിത്ത് മീ, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ചോയ്സ് ഉണ്ട്. കർത്താവിനോടൊപ്പമാണോ? നമുക്ക് എല്ലാ അവസരവും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമോദീസായിലൂടെ കർത്താവിൻ്റെ സഭയിൽ അംഗത്വം ലഭിച്ച നമുക്ക് ശരിക്കും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, തിരഞ്ഞെടുപ്പായിരുന്നു അത്.
കർത്താവിൻ്റെ ഡിസിഷനായിരുന്നു. അത് വലിയ ഭാഗ്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു. അതിനുശേഷം കിട്ടിയ പരിശീലനങ്ങൾ, ദൈവികമായ അറിവുകൾ, നമുക്ക് ലഭിച്ച പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, വചനത്തിൻ്റെ പാഠങ്ങൾ, ഒരുമിച്ച് ചെലവഴിച്ച കൂട്ടായ്മയുടെ അനുഭവങ്ങൾ, ഇതൊക്കെ വീണ്ടും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ സഹായിക്കണം. ജീവിതത്തിലൊരു ഘട്ടത്തിൽ കർത്താവിൽ നിന്ന് അകന്നു പോയിട്ട് ഒത്തിരി ശേഖരിക്കാമെന്നും ഒത്തിരി നേടാമെന്നും വിചാരിക്കരുത്. കർത്താവ് പറയുന്നു, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു, വിൽ ബി സ്കാറ്റേർഡ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയും. നമുക്ക് കർത്താവിനോടൊപ്പം നിൽക്കാം. ഇന്ന് നമ്മൾ കേട്ട വായനകൾ, നിയമാവർത്തനം, പ്രഭാഷകൻ, റോമാലേഖനം, യോഹന്നാന്റെ സുവിശേഷം ഒക്കെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ജീവിതത്തിൽ ആയുസ് തീരുവോളം നിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാൻ, നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയും ബലവും എനിക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.